ഓർക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്കാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും ഈ വേദി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും ഈ വേദി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുവുത്ഥാനത്തിൻ്റെ 50-ാം ദിനമാണ് പെന്തക്കോസ്ത തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത്. പെന്തക്കോസ്ത തിരുനാൾ ദിനം ദൈവത്തിൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ നൽകിക്കൊണ്ട് അവിടുന്ന് ഈ ലോകമെമ്പാടും വചനം പ്രഘോഷിക്കുവാനും സമസ്ത സൃഷ്ടികളെയും സ്നാനപ്പെടുത്തുവാനുമുള്ള ആ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സഭയിൽ സ്ലീഹന്മാരെ നയിച്ച ആ പരിശുദ്ധാത്മാവ് എന്നും സഭയെയും നമ്മെ ഓരോരുത്തരെയും നയിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹായകനായി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ ആശ്വാസദായകനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടുപിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ. അവിടുത്തെ വരങ്ങളും കൃപകളും ദാനങ്ങളും കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ലോകം മുഴുവനെയും അവിടുന്ന് പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുവാൻ ഈ പെന്തക്കോസ്ത തിരുനാൾ ദിനം നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യം യഥായോഗ്യം അർപ്പിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും വന്നു പോയിട്ടുള്ള എല്ലാ പാപകിടങ്ങളെയും ദൈവത്തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവസൂനവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിന്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമല്ല അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആവർത്തിച്ച ദൈവീക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പെന്തക്കോസ്താ തിരുനാൾ ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ
ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുമുണ്ട്. അവയവങ്ങൾ പലതാണെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായി തീരുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഓരോ ആത്മാവിനാൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഓരോ ആത്മാവിനാൽ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങൂ ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുകയാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള 50-ാം ദിനമാണ് പെന്തക്കോസ്ത തിരുനാളായി നമ്മൾ ആചരിക്കുന്നത്. സെഹിയോൻ മാളിക മുകളിൽ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യേ കർത്താവ് വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്നതോടുകൂടെ അവർ ലോകമെമ്പാടും പോയി കർത്താവിന് സാക്ഷികളാകുവാനും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനും ദൈവമായ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കൊണ്ട് അത് സ്ഥിരീകരിക്കുവാനും തുടങ്ങി. അവിടെ സിഹയോൻ മാളിക മുകളിൽ സ്ലീഹന്മാർക്ക് തീനാവുകളുടെ രൂപത്തിലാണ് ആത്മാവ് പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ആത്മാവിനെ നൽകിയത്. എന്താണ് തീ സൂചിപ്പിക്കുന്നത്? അഗ്നി സൂചിപ്പിക്കുന്നത് ദൈവസ്നേഹമാണ്. നാവ് സൂചിപ്പിക്കുന്നത് പ്രസംഗ ചാതുര്യത്തെയും. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആത്മാവിനെ സ്വീകരിച്ച അപ്പോസ്തലന്മാർ ലോകമെമ്പാടും പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആദിമ ക്രൈസ്തവ സഭയിൽ, അല്ലെങ്കിൽ സഭയുടെ ആരംഭം എന്ന് പറയുന്നത്, ജനനം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത ദിനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു നിറഞ്ഞപ്പോൾ അവിടെ പത്രോസ്ലീഹ നടത്തുന്ന ആ പ്രസംഗം 3000-ഓളം പുരുഷന്മാരാണ് ആ ആദ്യ പ്രസംഗത്തിൽ തന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചത്. ജെറുസലേമിൽ അന്ന് ജന്മം കൊണ്ട സഭ ഇന്ന് ലോകമെമ്പാടും ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇന്ന് ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞ ആത്മാവിൻ്റെ ചൈതന്യത്താൽ, പ്രചോദനത്താൽ അവർ വിവിധ ഭാഷകൾ സംസാരിക്കുകയും അവർ സംസാരിക്കുന്ന ഭാഷകൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും അങ്ങനെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തു.
ഇന്നും ഇതേ ആത്മാവ് സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലൂടെ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സകലതും പഠിപ്പിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേ, ദൈവത്തിൻ്റെ സത്യാത്മാവ് നമ്മെ നയിക്കട്ടെ, നമ്മെ പഠിപ്പിക്കട്ടെ, നമ്മെ പരിപാലിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുവാൻ ഈ പെന്തക്കോസ്താ തിരുനാളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അവിടുത്തെ ആത്മാവിനെ അയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് സകലതും നവീകരിക്കട്ടെ, പരിപാലിക്കട്ടെ. പ്രത്യേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉറപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെയും സമസ്ത സഭയുടെയും ആവശ്യങ്ങൾക്കായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും ഏറെ പ്രത്യേകമായി ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന ജോസഫ് കാരിക്കിശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ആൻ്റണേച്ചനെയും ടോണേച്ചനെയും എല്ലാ സന്യാസിനികളെയും അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകൾ മുഴുവനും സ്നേഹത്തിൽ വളരുവാനും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ജീവിക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, കൊറോണ വൈറസിൻ്റെ കെടുതികളാൽ ദുരിതമനുഭവിക്കുന്ന ലോകത്തെ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമേ എന്നും എത്രയും വേഗം വൈറസിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടെത്തുവാൻ അനുഗ്രഹം നൽകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇഹലോകവാസം വെടിഞ്ഞ് ഞങ്ങളിൽ നിന്ന് യാത്രയായ എല്ലാ മരിച്ച വിശ്വാസികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ അങ്ങേ കണ്ടാനന്ദിക്കുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
ഓസയിൽ കാഴ്ചയേകുന്നു. ഉരുകുമിൻ ജീവനിൽ മഞ്ഞു തുള്ളി പോം അരികിലണഞ്ഞിടോ എൻ്റെ സ്നേഹമേ. ഉരുകുമിൻ ജീവനിൽ മഞ്ഞു തുള്ളി പോം അരികിലണഞ്ഞിടോ എൻ്റെ സ്നേഹമേ. കരളിലെ നൊമ്പരം ഒന്നു കാണുവാൻ വിരൽ തൊട്ടു സ്നേഹമായി സൗഖ്യമേകുവാൻ തിരുമുറിപ്പാടിലായി ചേർത്തിടേണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പ്രിയപുത്രന്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ ദിവ്യരഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതൻ്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച അവിടുന്ന് സകല ജനതകൾക്കും ദൈവീക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഹവൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും
തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങേ വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം.
കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സക്കാരി തന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശനെന്നെ ക്ഷണിച്ചു. സക്കാരി തന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശനെന്നെ ക്ഷണിച്ചു. തിരുവിലാവിൽ നിന്നൊഴുകി തിരുനീണം സമ്മാനമായിരിക്കേ, അപ്പമാത്മാവിൻ്റെ വിശപ്പടക്കിടുമ്പോൾ നിന്നെൻ്റെ ഉൾത്താർ ദാമകത്തെ. സക്കാരി തന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശനെന്നെ ക്ഷണിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ തിരുസഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനം ശക്തമാകുവാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാകുമാറാകട്ടെ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാൾ